നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം ഇതൊരു സാംസ്കാരിക സംഘടനമാണ്. ഇതൊരു കൾച്ചറൽ വാറാണ്. ഇത് കേരള ചരിത്രത്തിലെ പഴയ തിരുവിതാംകൂറും പഴയ കൊച്ചിയും തമ്മിലുള്ള ഒരു സാംസ്കാരിക യുദ്ധമാണ്. എന്താണ് ഈ പഴയ തിരുവിതാംകൂർ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 വരെ കേരളത്തിന്റെ തെക്കുഭാഗം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വടക്കു ഭാഗത്ത് കിടക്കുന്ന ആ കൊരട്ടി മുതൽ തെക്കോട്ട് അങ്കമാലിക്ക് വടക്ക് ഏകദേശം 8-9 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊരട്ടി മുതൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ തെക്കേറ്റം മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോലും വ്യാപിച്ചിരുന്നു തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം. അതേസമയം അങ്ങ് തൃപ്പൂണിത്തുറയും എറണാകുളവും മാത്രമല്ല, ഇന്നത്തെ തൃശൂർ ജില്ലയുടെ മിക്കവാറും ഭാഗങ്ങളും പഴയ കൊച്ചി രാജ്യത്തായിരുന്നു. ഇനി അപ്പുറത്ത് മലബാർ, തൃശ്ശൂരിനും അപ്പുറത്ത് ഉള്ള തൃശൂർ ജില്ലയ്ക്കും വടക്ക് ഉള്ള കേരളം മലബാർ, അത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. ഈ തിരുവിതാംകൂർ, ആ പഴയ തിരുവിതാംകൂർ, ഇപ്പുറത്തുള്ള കൊച്ചി രാജ്യം, ഈ രണ്ട് നാട്ടുരാജ്യങ്ങളും തമ്മിൽ അവിടത്തെ ജനപദങ്ങളുടെ സംസ്കാരം കുറെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ 1956 ഐക്യ കേരളം വന്നപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂട്ടിച്ചേർത്ത് കേരളം ഉണ്ടായി. സാംസ്കാരികമായ വൈരുദ്ധ്യങ്ങൾക്കും വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ ഐക്യ കേരളം. പക്ഷേ ഈ തിരുവിതാംകൂറിലെ ജനത, പ്രത്യേകിച്ച് വടക്കേ തിരുവിതാംകൂറിലെ, മധ്യ തിരുവിതാംകൂറിലെയും ഉത്തര തിരുവിതാംകൂറിലെയും ജനത, അവിടെയാണ് ക്രൈസ്തവ സമൂഹം കൂടുതലും അധിവസിച്ചിരുന്നു. അവരുടെ സംസ്കാരവും ഈ കൊച്ചി രാജ്യത്തെ, എറണാകുളം തൃശ്ശൂർ ഉൾപ്പെടുന്ന കൊച്ചി രാജ്യത്തെ ക്രൈസ്തവരുടെ സംസ്കാരവും കുറെ വ്യത്യാസങ്ങളുണ്ടായി. എന്താണത്? പഴയ കൊച്ചി രാജ്യത്ത്, ഈ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ, ആ കൊച്ചി രാജ്യത്താണ് വിദേശികൾ, പണ്ടൊക്കെ യഹൂദന്മാരും പിന്നീട് ഡച്ചുകാരും സ്പെയിൻകാരും പോർട്ടുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ വന്ന് കൂടുതൽ ജീവിച്ചതും കൂടുതൽ അവരുമായി സഹവർത്തിത്വം നാട്ടുകാരുമായിട്ട് ഉണ്ടായത് ഈ പഴയ കൊച്ചി രാജ്യത്താണ്. പോർട്ടുഗീസുകാർ വന്നപ്പോഴാണ് ലത്തീൻകാർ മുക്കുവരെ ധാരാളമായി മാമോദിസ മുക്കി ഒരു വലിയ ക്രൈസ്തവ സമൂഹം തീരപ്രദേശത്ത് അങ്ങ് എറണാകുളത്ത് കൊച്ചിയിലൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ കൊച്ചി രാജ്യത്ത് വൈദേശിക സ്വാധീനം, തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് വലിയ വൈദേശിക സ്വാധീനം, അവരുടെ സംസ്കാരം, അവരുടെ ആരാധനാ രീതികൾ, ഭക്ഷണ സമ്പ്രദായങ്ങൾ എല്ലാം നിലവിൽ വന്ന ഒരു പ്രദേശമാണ് പഴയ കൊച്ചി രാജ്യം. ഇംഗ്ലീഷുകാരെ പോലെ അല്ലെങ്കിൽ പോലും യൂറോപ്പിൽ നിന്ന് വന്ന പോർട്ടുഗീസുകാര്, അവരുടെയൊക്കെ രീതികൾ വൈദേശികമായിരുന്നു, യൂറോപ്പിനായിരുന്നു. ഇങ്ങനെ കൊച്ചി രാജ്യത്ത് ആളുകൾ വൈദേശിക സ്വാധീനം, യൂറോപ്യൻ സ്വാധീനം കൊണ്ട് അവരുടെ ജീവിത രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇവിടെ കച്ചവടവും പെരുന്നാളും ഉത്സവങ്ങളും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തത് കൊച്ചി രാജ്യത്ത്. പ്രത്യേകിച്ചും ശക്തൻ തമ്പുരാനെ പോലുള്ള ഹിന്ദു രാജാക്കന്മാർ പോലും അവിടെ കാഞ്ഞൂരിലെ സെന്റ് സെബാസ്റ്റ്യന്റെ പെരുന്നാളിന് വലിയ പ്രാധാന്യം കൊടുത്തു. അപ്പുറത്ത് അങ്ങ് തൃശ്ശൂരിൽ പൂരപ്പറമ്പും പൂരവും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തിൽ ഉണ്ടായി. മൊത്തത്തിൽ കൊച്ചിയിലെ രാജാക്കന്മാർ മാത്രമല്ല, ഈ വൈദേശിക യൂറോപ്യൻ മിഷണറിമാരും അവര് കൊണ്ടുവന്ന സംസ്കാരവും കൊച്ചി രാജ്യത്തിൽ വ്യാപിച്ചു. ലത്തീൻകാർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് ലത്തീൻകാരുമായി സുറിയാനിക്കാർക്ക് വിവാഹ ബന്ധങ്ങളും ഈ എറണാകുളം പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ടുണ്ടായി. മാത്രമല്ല, ഈ പോർട്ടുഗീസുകാരും അവിടെ നിന്ന് വന്ന മിഷണറിമാരും സ്പെയിൻ മിഷണറിമാരും ഒക്കെയാണ് ഇവിടെ കത്തോലിക്ക സഭയുടെ മംഗലപ്പുഴ സെമിനാരിയും മറ്റും സ്ഥാപിച്ചു. അതൊക്കെ തികച്ചും യൂറോപ്യൻ രീതിയിൽ, യൂറോപ്യൻ ഭക്ഷണ രീതി, യൂറോപ്യൻ സംസ്കാരമാണ് ഈ മംഗലപ്പുഴ സെമിനാരിയിലും മറ്റും വന്നത്. ഞാൻ ഈ മംഗലപ്പുഴ സെമിനാരിയിൽ അവിടെ വലിയ നോയമ്പിന്റെ കാലത്ത് ഈസ്റ്ററിനൊക്കെ മുമ്പ് 3-4 ദിവസം ഒരു ധ്യാനമുണ്ടായി, ഇംഗ്ലീഷിലുള്ള ധ്യാനം. പല വർഷങ്ങളിലും നേരത്തെ ഞാൻ ആ ധ്യാനം അറ്റൻഡ് ചെയ്യാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സെമിനാരിയിലെ ജീവിതം, അവരുടെ ഭക്ഷണ രീതി സാധാരണ സമ്പന്ന കുടുംബങ്ങളിൽ പോലും ഇല്ലാത്ത വലിയ ഭക്ഷണമാണ്. കരിമീനും ആട്ടിറച്ചിയും താറാവും ഒക്കെ ആയിട്ടാണ് ഈ നോയമ്പ് കാലത്ത് മംഗലപ്പുഴ സെമിനാരിയിലെ ഭക്ഷണം. ഇതാണ് അവിടെ ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം. അതാണ് യൂറോപ്യൻ രീതി. കാരണം ലത്തീൻ സെമിനാരി ആയിരുന്നു അതന്ന്. ഈ സംസ്കാരം കൊച്ചി രാജ്യത്ത് ഭക്ഷണ രീതിയിലും ഈ പെരുന്നാളും വെടിക്കെട്ടും പൂരവും ഒക്കെ നടത്തി. അങ്ങനെ പക്ഷേ തൃശ്ശൂരില് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. വ്യാപാരം വികസിച്ചു, കത്തോലിക്കര് ചിട്ടിയും ബാങ്കിങ്ങും ഒക്കെ വളർന്നു. അതായത് കൊച്ചി രാജ്യത്തെ ആളുകൾക്ക് കൃഷിയിലോ മറ്റ് കായിക അധ്വാനത്തിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. മെയ്യ് അനങ്ങാതെ പണിയെടുത്ത് കാശുണ്ടാക്കി സുഖജീവിതം നയിക്കുന്ന ഒരു ശൈലിയാണ് ഈ പഴയ കൊച്ചി രാജ്യത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതിന്റെ അവശിഷ്ടമായിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം അങ്ങ് ചാലക്കുടിയിൽ ബാങ്ക് കൊള്ള നടത്തിയ ഇപ്പൊ ജയിലിലേക്ക് പോയിരിക്കുന്ന റിജോ ആന്റണി, അവിടത്തെ പെരുന്നാൾ എന്ത് ആഘോഷമായിരുന്നു. ആ പെരുന്നാളില് കുടുംബയോഗത്തിലും ഒക്കെ ഡാൻസ് ചെയ്ത് തുള്ളിക്കളിച്ച ആ റിജോ ആന്റണിയുടെ സംസ്കാരം, വരവിലധികം ചെലവ് ചെയ്ത് മദ്യവും ഒക്കെയായി ആഘോഷമായി ജീവിക്കുന്ന ആ സംസ്കാരമാണ്, ആ യൂറോപ്യൻ സംസ്കാരമാണ് ഈ കൊച്ചി രാജ്യത്ത്
സമയത്ത് അത് ആരാധനാക്രമത്തിലും ആ പെരുന്നാളും നൊവേനയും ഒക്കെ ആയിട്ടുള്ള ഉപരിപ്ലവമായ ഈ വെടിക്കെട്ടും പെരുന്നാളും ഒക്കെയുള്ള ഈ സംസ്കാരമാണ് കൊച്ചി രാജ്യത്ത് വളർന്നത്. അതിനുള്ള വിത്ത് വിതച്ചത് യൂറോപ്യന്മാരാണ്. ഇന്ന് അത്തരമൊരു യൂറോപ്യൻ സംസ്കാരം, ഞങ്ങൾക്ക് ലത്തീൻ കുർബാന മതി, ഞങ്ങൾക്ക് മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന മതി എന്നൊക്കെ പറയുന്ന ആളുകളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ആ മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനയും ആ ലത്തീൻ സംവിധാനത്തിലുള്ള പള്ളികളും ഒക്കെ ഇന്ന് യൂറോപ്പിൽ മദ്യശാലകളായിട്ടും സിനിമാ ടാക്കീസുകളും ഒക്കെ ആയിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഹോട്ടലുകളായിട്ട്. അവിടുത്തെ പള്ളികളിലൊന്നും വിശ്വാസികളില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയിരിക്കുന്ന ആളുകളാണ് യൂറോപ്പിലെ പള്ളികളിൽ കുർബാന കാണാൻ പോകുന്നത് എന്നതല്ലേ സത്യം. ഉപരിപ്ലവമായ ആത്മീയത, ഈ അവിടെ ബൈബിള് പഠിപ്പിക്കലോ ബൈബിൾ അനുസരിച്ചുള്ള ജീവിതമോ ഇതൊന്നും അല്ലായിരുന്നു. പാശ്ചാത്യമായ ആ ലത്തീൻ ക്രമം എന്നത് ഈ തീറ്റയും കുടിയും ആഘോഷവുമായിട്ടുള്ള പാശ്ചാത്യ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുന്നു, ആ സഭ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമല്ലേ. അതേസമയം പൗരസ്ത്യ സംസ്കാരം, യേശു ക്രിസ്തു ജനിച്ച നാടുകളിലൊക്കെ അവിടേക്ക് ഇസ്ലാമിക ആക്രമണത്തിൽ ക്രൈസ്തവ സഭ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ആ അന്ത്യോക്യയിൽ നിന്നും മറ്റും വന്ന് കൽദായ ദേശത്തു നിന്നും വന്ന് ഇവിടെ വളർന്നു വന്ന, തിരുവിതാംകൂറിൽ വളർന്നു വന്ന ആ പൗരസ്ത്യ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അത് ഇന്ന് മാർപ്പാപ്പ പോലും അതിനെ ആദരിക്കുന്നു. 100 കത്തോലിക്കനുണ്ടെങ്കിൽ അതിൽ 98 കത്തോലിക്കനും ലത്തീൻകാരാണ്. 2 പേർ മാത്രമാണ് പൗരസ്ത്യ സഭയിൽപ്പെട്ടവരുള്ളത്. അതിൽപ്പെട്ട ഒരു സഭയാണ് സീറോ മലബാർ സഭ. അതുകൊണ്ടാണ് മാർപ്പാപ്പ കുര്യൻ ജോസഫിനോട് സംഘത്തോടും പറഞ്ഞത്, നിങ്ങൾ പൗരസ്ത്യ സഭയാണെന്നും നിങ്ങൾ അത് നിലനിർത്തണമെന്നും പറഞ്ഞത്. കുര്യൻ ജോസഫ് കൂടാരപ്പാട് പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ചെന്നിട്ട് അധികം പ്രസംഗിച്ചത് അധികം ഈ വിമത പ്രവർത്തനങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല, മറിച്ച് അദ്ദേഹം വിമത വൈദികരോടാണായിരുന്നു അധികം പ്രസംഗിച്ചതെന്ന് നമുക്ക് ആ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ നിന്ന് ശത്രുതയും വിദ്വേഷവും എല്ലാം മാറ്റിയിട്ട് ബലിയർപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, പക്ഷെ ഇവിടുത്തെ വിമത വൈദികർക്ക് ഇപ്പോഴും മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞത് പഴയ കൊച്ചി രാജ്യത്തെ സംസ്കാരം അങ്ങനെ വെടിക്കെട്ടും പെരുന്നാളും നൊവേനയും ആർപ്പുളിയുമായിട്ടുള്ള ഒന്നാണെങ്കിൽ, അങ്ങ് തിരുവിതാംകൂറിൽ, അതായത് കൊരട്ടിക്ക് തെക്കോട്ടുള്ള തിരുവിതാംകൂർ ദേശത്ത് ക്രിസ്ത്യാനികളുടെ ജീവിതം പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങൾ അനുസരിച്ച് അധ്വാനശീലരായ ഒരു ജനതയാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. അവര് എല്ലുമുറിയെ പണിയെടുക്കുകയും അവർ കുടിയേറ്റ കർഷകരായി മാറുകയും വളരെ ലളിതമായ ഭക്ഷണ രീതികൾ അനുവർത്തിച്ചു പോകുന്നവരാണ്. അവര് അധ്വാന തൽപരരായതുകൊണ്ട് അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. നോക്കൂ, ഇപ്പോഴും തിരുവിതാംകൂറിലെ, മധ്യ തിരുവിതാംകൂറിലെ പള്ളികൾ നോക്കൂ. ഈ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ കാണുന്ന പോലെ അമ്പരചുംബികളായ ദേവാലയങ്ങൾ ഇവിടെ ഏത് നാട്ടിൻപുറത്ത് ചെന്നാലും, എറണാകുളം അതിരൂപതയിലും തൃശ്ശൂരിലും ഇരിങ്ങാലക്കുടയിലൊക്കെ കാണുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തെ പോലും വെല്ലുന്ന ദേവാലയങ്ങളാണ് പണിതുയർത്തിയിരിക്കുന്നത്. അതേസമയം അങ്ങ് തെക്കോട്ട് പോയാൽ കാണുന്നത് പഴയ ദേവാലയങ്ങൾ തന്നെ പുനരുദ്ധരിച്ച് ഭംഗിയായിട്ട് അവർ സൃഷ്ടിക്കുന്നു. അവരുടെ പെരുന്നാളുകൾ വളരെ ലളിതമായിട്ട് ആ പള്ളിയുടെ ചുറ്റുമൊക്കെയുള്ള പ്രദർശനങ്ങളേ ഉള്ളൂ, അത്രയേറെ ആഘോഷങ്ങളില്ല. അവർ അധ്വാന തൽപരരാണ് ഇപ്പോഴും. ഈ തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ ആളുകൾ മദ്യപിച്ച് ആരോഗ്യം പോയി നശിച്ച്, ഇവിടുത്തെ പ്രമുഖ കുടുംബങ്ങൾ പോലും നശിച്ച് ഇപ്പോ വല്ല സ്വർണം കച്ചവടോ സ്വർണം കള്ളക്കടത്തോ ഒക്കെ ആയിട്ടാണ് പലരും ജീവിക്കുന്നത്. അതേസമയം തിരുവിതാംകൂറിലെ ജനത അവർ അധ്വാനത്തിലും അവർ ലളിതമായ ആത്മീയതയിലും പൗരസ്ത്യ ആത്മീയതയിലും ജീവിക്കുന്നവരാണ്. പൊതുവെ ഒറ്റപ്പെട്ട ആളുകളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യം നല്ല ആരോഗ്യമുള്ളവരാണ്, തന്റെ ഇടമുള്ളവരാണ്. സാധാരണ ഈ തൃശ്ശൂരിൽ എറണാകുളത്തു നിന്നൊക്കെ തെക്കോട്ട് കല്യാണം ആലോചിക്കുമ്പോ പറയും തെക്കോട്ട് കല്യാണം കഴിക്കണോ, തന്റെ ഇടം കൂടുതലാണ്, അച്ചായത്തികള് തന്റെ ഇടം കൂടുതലാണ് അവിടുത്തെ പെണ്ണുങ്ങൾക്ക്. കാരണം എന്താ, അവർ അധ്വാനശീലരാണ്, തന്റെ ഇടം ഉള്ളവരാണ്. അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ ജനങ്ങൾ, അവിടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അങ്ങ് മലബാറിലേക്ക് കുടിയേറി, മലബാറിനെ കീഴടക്കി, അപ്പുറത്ത് കർണാടകയിലേക്കും ആസാമിലേക്കും കടന്നു, ലോകം മുഴുവൻ വ്യാപിച്ചു. അത് കരുത്തുള്ള ഒരു ജനസഞ്ചയത്തിന്റെ ലക്ഷണമാണ്. അതിൽ അസൂയ കൂടിയിട്ട് കാര്യമില്ല. ആ സംസ്കാരത്തെ നമ്മൾ അതിനെ നല്ല വശങ്ങളെ നോക്കിക്കാണുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ പൗരസ്ത്യ സംസ്കാരത്തിലേക്കും പൗരസ്ത്യ ആരാധനാരീതിയിലേക്കും തിരിച്ചു പോകാൻ ഒരു കോംപ്രമൈസ് അല്ലേ ഈ ഏകീകൃത കുർബാനക്രമം. എന്തുകൊണ്ട് ഇവിടെ ഈ എറണാകുളത്തെ വിമത വൈദികർ അവരോടൊപ്പം തന്നെ വിശ്വാസികൾ ഇങ്ങനെ തരം പിടിക്കുന്നത് വിഡിത്തരമാണ്. നല്ല വശങ്ങൾ ഏത് സംസ്കാരത്തിലുണ്ടായാലും അനുകരിക്കും. അപ്പൊ ഇതൊരു സാംസ്കാരിക യുദ്ധമാണ്. ഈ വെടിക്കെട്ടും പെരുന്നാളും ഒരു പള്ളിക്ക് ഒരു 80 ചെറിയ കപ്പേളകൾ ഉണ്ടാവും. കപ്പേളയിലെ പെരുന്നാൾ ആഘോഷിക്കുന്നത് പള്ളിയിലെ പെരുന്നാളിനേക്കാൾ ദിവ്യമായിട്ടാണ്. ഇവിടെ ആളുകൾ ജീവിക്കുന്നത് പെരുന്നാൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു
ദിവസം പോലും ഈ ആഘോഷങ്ങളില്ലാതെ, ഈ ആഘോഷങ്ങൾ കൊണ്ട് ആത്മീയത ഉണ്ടാകും, ഈ ആഘോഷങ്ങൾ കൊണ്ട് മനുഷ്യൻ നന്നാവും. കൂടുതൽ കൂടുതൽ അവരുടെ ഈ ആഘോഷങ്ങൾ മാത്രം തലച്ചോറിക്ക് ഒരു തരം മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയരായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത്. അതുകൊണ്ട് ഇതൊരു സാംസ്കാരിക സംഘർഷമാണ് എറണാകുളം അങ്കമാലി തീരുമാനം. അതിൽ വിവേകത്തോടുകൂടി തീരുമാനം എടുക്കാൻ എറണാകുളത്ത് ഞാൻ നന്ദി.